ഇതാരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നല്ലല്ലോ, ആണോ? ഇസ്ലാമിന് ശരിക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്ന ഒരു ബിഗിനറാണ് ഞാൻ. യങ്ങർ ജനറേഷനിൽ പെടുന്ന ആളുകള് പലപ്പോഴും ഒരു ഖുറാനിക് വേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ഹദീസിനെയോ ഒക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മുതിർന്ന ആളുകൾ, റിലീജിയനെ കുറിച്ച് കുറച്ചുകൂടെ അറിവുള്ള ആളുകളായിരിക്കും വരും. ഇവർ പലപ്പോഴും ഈ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനൊന്നുള്ള റൈറ്റ് ഇല്ല, കാരണം നിങ്ങൾക്ക് അതിന് മാത്രം ഇതിനെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല, ഒരു അക്കാഡമിക് ഡിഗ്രി ഒന്നും ഹോൾഡ് ചെയ്യുന്നവരല്ല എന്നൊക്കെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ദീൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. നിങ്ങൾക്ക് ഈ ഒരു ദീൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ എത്രത്തോളം അവകാശമുണ്ടോ അതേ അവകാശം ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ അവർക്കുണ്ട്. ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദീൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യങ് ജനറേഷനിൽ ഒരു കുട്ടി ശ്രമിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മുതിർന്ന ആളുകൾ, ഈവൻ അത്യാവശ്യം നല്ല വിവരമുള്ള പണ്ഡിതന്മാര് വരെ ഒരു മോക്കറി രൂപത്തിലാണ് ഇവരോട് ബിഹേവ് ചെയ്യുന്നത്. ശരിയാണ്, ചിലപ്പോൾ മക്കള് ബിഗിനേഴ്സ് ആയതിന്റെ ചില തെറ്റുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിന് ഏറ്റവും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ടത്, അല്ലാതെ വെറുതെ അവരെ കളിയാക്കിയിട്ട് ഓൾക്ക് ഇല്ല ഇൻട്രസ്റ്റും കൂടെ കളയുകയാണോ? നിങ്ങളതിനെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെയും ഇന്റർപ്രിട്ടേഷനെയും റെസ്പെക്ട് ചെയ്യാനും പഠിക്കുക. Follow for more such content. See you on the next video.